നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശുവും ദൈവശക്തിയും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 14 മുതൽ 20 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ഒരിക്കൽ അവൻ ഊമയായ ഒരു ഭൂതത്തെ പുറത്താക്കി. ഭൂതം വിട്ടുപോയ ശേഷം ഊമൻ സംസാരിച്ചു. പുരുഷാരം ആശ്ചര്യപ്പെട്ടു. അവരിൽ ചിലരോ, ഭൂതങ്ങളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ട് അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരുടെ വിചാരം അറിഞ്ഞ് അവരോട് പറഞ്ഞത്, തന്നെ ഛിദ്രിച്ച രാജ്യമെല്ലാം പാഴായിപ്പോകും, വീടോരോന്നും വീഴും. സാത്താനും തന്നോട് തന്നെ ഛിദ്രിച്ചുവെങ്കിൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ബേൽസെബൂലിനെ കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നുവല്ലോ. ഞാൻ ബേൽസെബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെക്കൊണ്ട് പുറത്താക്കുന്നു? അതുകൊണ്ട് അവർ നിങ്ങൾക്ക് ന്യായാധിപതികൾ ആകും. എന്നാൽ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. സ്പഷ്ടം. കർത്താവായ യേശുക്രിസ്തു ഊമനായ ഒരു ഭൂതഗ്രസ്തന് സൗഖ്യം നൽകും. ഇതുവരെ ആ മനുഷ്യൻ സംസാരിച്ചിട്ടില്ല. അത് പിശാച് ബാധിച്ചിരുന്നതിനാലാണ്, ഭൂതത്തിൻ്റെ പ്രവർത്തനമാണ്. നമ്മുടെ കർത്താവ് മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ ഭൂമിയിലേക്ക് വന്നത് പിശാചിനൊട്ടും സഹിച്ചിട്ടില്ല. അതുകൊണ്ട് പിശാച് അവനാൽ കഴിയുന്ന സകല തടസ്സങ്ങളും ഉപദ്രവങ്ങളും അഴിച്ചുവിട്ടു. അതിൻ്റെ പരിണിത ഫലമായിട്ട് ഉള്ള ഒന്നാണ്, അക്കാലത്ത് ഒരുപാട് പേര് ഭൂതബാധിതരായിരുന്നു. ചില ആളുകൾ ഇങ്ങനെ കല്ലറകളിലുമൊക്കെ നഗ്നരായിട്ട് നടന്ന് വലിയ ശബ്ദ കോലാഹലം ഉണ്ടാക്കി ആളുകൾക്ക് ഉപദ്രവം സൃഷ്ടിച്ചിരുന്നു. ദേശത്തെ സമാധാനം, സ്വൈരജീവിതം നഷ്ടപ്പെടുത്തിയിരുന്നു. വേറെ ചില ആളുകളെ കൊണ്ട് അങ്ങനത്തെ ശല്യമില്ല. പക്ഷേ അവർ ഊമരാണ്, ചിലർ ചെകിടരാണ്, ചിലർ കുരുടരാണ്, ചിലർക്ക് ഇങ്ങനെ ചന്ദ്രരോഗം പോലെയുള്ള, ചുഴലി പോലെയുള്ള അങ്ങനെയുള്ള അസുഖങ്ങൾ, ചിലർ ഇങ്ങനെ കീഴോട്ട് കുനിഞ്ഞ് നടക്കുന്ന കൂനുള്ള അവസ്ഥ. ഇതെല്ലാം സത്യത്തിൽ സാത്താൻ ഭൂതങ്ങളെ കൊണ്ട് ജയിച്ചതായിരുന്നു. എന്നാൽ ഈ യഹൂദന്മാരുടെ പിള്ളേർ, അല്ലെങ്കിൽ യഹൂദന്മാരിൽപ്പെട്ട ആളുകൾ തന്നെ സാത്താൻ സേവയാൽ ഇതിനൊക്കെ കുറച്ച് പരിഹാരം വരുത്തിയിരുന്നു. സാത്താൻ താനും വെളിച്ച ദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ എന്ന് കുരുതിലേഖത്തിലുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ സാത്താനെ സേവിക്കുന്ന ആളുകളെ തൃപ്തിപ്പെടുത്താനും അല്ലെങ്കിൽ ആ സാത്താൻ സേവ വർദ്ധിപ്പിക്കാനും വേണ്ടി സാത്താൻ മനുഷ്യന് അല്ലറ ചില്ലറ നന്മകളൊക്കെ നൽകും. ചില ആളുകളിൽ നിന്ന് ഭൂതമൊഴിഞ്ഞു പോയതായിട്ടൊക്കെ അവൻ കാണിച്ചു എന്ന് വരാം. ഇവിടെ യേശു ദൈവത്തിൻ്റെ ശക്തിയാലാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലാണ് ഭൂതങ്ങളെ പുറത്താക്കിയത്. അതിനാലാണ് ഭൂതം ബാധിച്ച ആളുകൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞത്, കേൾക്കാൻ കഴിഞ്ഞത്, നടക്കാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ നെവരെ നിൽക്കാൻ കഴിഞ്ഞത്. അവരുടെ ദുസ്വഭാവങ്ങളൊക്കെ മാറി അവർ വസ്ത്രം ധരിച്ച് അവർ സമൂഹത്തിലെ നല്ല പൗരന്മാരായി മാറിയത്. അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ യഹൂദന്മാർക്ക് കഴിഞ്ഞില്ല. അവർ പറഞ്ഞത്, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബേൽസെബൂലിൻ്റെ സഹായത്താലാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത്. അപ്പോഴാണ് യേശു പറഞ്ഞത്, ഈ ഭൂതം തന്നെ ചിന്തിച്ചാൽ, അല്ലെങ്കിൽ ഒരു രാജ്യം തന്നെ ചിന്തിച്ചാൽ, ഒരു വീട് തന്നെ ചിന്തിച്ചാൽ അതിന് നിലനിൽപ്പുണ്ടോ? ഇല്ലല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ വർഷങ്ങളായി ഇസ്രായേൽ നാട്ടിലുടനീളം സഞ്ചരിച്ച് ഇങ്ങനെ ഭൂതങ്ങളെ പുറത്താക്കി ആളുകൾക്ക് സ്വൈരജീവിതം നൽകുന്നത് ഭൂതത്തിൻ്റെ സഹായത്താലല്ല. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുകയാണ്. ദൈവരാജ്യം വരുന്ന കാലത്ത്, യേശു ദൈവരാജ്യം സ്ഥാപിക്കുന്ന ആ സമയത്ത് ഇങ്ങനെ പിശാചിൻ്റെ യാതൊരു ശല്യവും ഉണ്ടായിരിക്കത്തില്ല. അന്ന് കുരുടൻ കാണും, മുടന്തൻ നടക്കും,
ചെകിടൻ കേൾക്കും. അന്ന് സകലവിധ രോഗികൾക്കും സൗഖ്യമുണ്ടായി. വലിയ സന്തോഷം ഉണ്ടാകുമെന്നാണ് പഴയ നിയമത്തിൽ യെശയ്യാ പ്രവചനം 32, 35, യെശയ്യാ 11 ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ദൈവരാജ്യം സ്ഥാപിക്കാൻ വന്ന ആ യേശു അത് തെളിയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഭൂതങ്ങളെ പുറത്താക്കുന്നത്. അപ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നത്. ഏറെ താമസിയാതെ യേശു ദൈവരാജ്യം സ്ഥാപിക്കും. തൻ്റെ 2ാം വരവിലാണ്. എന്നാൽ ദൈവരാജ്യം സ്ഥാപിക്കാൻ വന്ന കർത്താവ് അത് തെളിയിക്കാനാണ് ഭൂതങ്ങളെ പുറത്താക്കിയത്. പക്ഷെ അത് തിരിച്ചറിയുവാൻ യൂദന്മാർക്ക് സാധിച്ചില്ല. അവർ യേശുവിനെ ഒരു മന്ത്രവാദിയായിട്ടാണ് അവമതിച്ചത്. യേശു പറയുകയാണ്, ദൈവരാജ്യം സമീപിച്ചു. അതിൻ്റെ നല്ലൊരു തെളിവാണ് ഞാൻ ദൈവശക്തിയാൽ പരിശുദ്ധാത്മ സഹായത്താൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത്. മറ്റൊരു സുവിശേഷത്തിൽ യേശു പറഞ്ഞു, മനുഷ്യനോട് അവൻ ചെയ്യുന്ന ഏത് പാപവും ക്ഷമിക്കാൻ വകുപ്പുണ്ട്. അത് താരതമ്യേന ലളിതമാണ്. മനുഷ്യനോട്. എന്നാൽ മനുഷ്യൻ ദൈവത്തോട് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനോട് ചെയ്യുന്ന പാപം ഇഹലോകത്തിലും പരലോകത്തിലും ക്ഷമിക്കപ്പെടുകയില്ല എന്ന് യേശു പറഞ്ഞു. അതായത് മനുഷ്യർ തമ്മിലുള്ള പാപം അത് അവർക്ക് തന്നെ ക്ഷമിക്കാം. ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവത്തിനും ക്ഷമ കൊടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ മനുഷ്യൻ പരിശുദ്ധാത്മാവിനോട് അഥവാ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തിയെ നിന്ദിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ ദൈവം യേശു ആൾക്ക് വീണ്ടും ജന്മം നൽകുന്നു, അവരെ പുതിയ സൃഷ്ടിയാക്കുന്നു, അവർക്ക് കാഴ്ചയും കേൾവിയും ഒക്കെ നൽകുന്നു. ഇതൊക്കെ പിശാചിനാലാണ് എന്ന് പറഞ്ഞതിനെ അവമതിക്കാൻ ശ്രമിച്ചാൽ ഇഹലോകത്തിലും പരലോകത്തിലും അതിന് ക്ഷമയുണ്ടാകുകയില്ല എന്നാണ് യഹൂദന്മാരോട് യേശു പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിന് സൗഖ്യമാക്കാൻ കഴിയാത്ത ഒരു രോഗവുമില്ല, അല്ലെങ്കിൽ യേശുവിന് സഹായിക്കാൻ കഴിയാത്ത ഒരു മേഖലയുമില്ല. യേശു പിതാവിൻ്റെ ശക്തിയാൽ, പിതാവിൻ്റെ ആത്മാവിനാൽ അന്ന് പ്രവർത്തിച്ചതുപോലെ ഇന്നും പ്രവർത്തിക്കുന്നു. ഈ കർത്താവിനെ ആശ്രയിക്കാൻ, സ്നേഹിക്കാൻ, അനുസരിക്കാൻ, ആരാധിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.